മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. 2 ദിവസമായി മെയിനായിട്ട് കണ്ടന്റ് തരുന്ന 2 വ്യക്തികളാണ് അനുമോളും ജിസയിലും. ഹൗസിനുള്ളിലെ തന്നെ പകുതി പേര് അനുമോൾക്കും പകുതി പേര് ജിസയിലിനുമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ അനുമോൾക്ക് വീണ്ടും ശത്രുക്കൾ കൂടിയിരിക്കുകയാണ്. വേറൊന്നുമല്ല, കുറച്ചു മുമ്പ് മിഡ് വീക്ക് എവിക്ഷനിലുള്ളവർക്ക് വേണ്ടി ഒരു ടാസ്ക് നടന്നിരുന്നു. ആ സമയത്ത് അനുമോള് അനീഷിനെ സപ്പോർട്ട് ചെയ്തു. അതായത് കളിക്കാൻ പോകുന്നതിന് മുമ്പ് അനുമോള് അനീഷിനോട് പോയി പറയുന്നുണ്ട്, അനീഷേട്ടാ ജയിച്ച് വരണേ. അതുപോലെ തന്നെ എല്ലാവരും പറയുന്നുണ്ട് അനുമോള് അനീഷിനെ ഹെൽപ്പും ചെയ്തെന്ന്. അതായത് ഏറ്റവും കൂടുതൽ കല്ലുള്ളവരുടെ ബൗളിൽ നിന്നും കല്ലെടുക്കാൻ ശ്രമിക്കണമെന്ന് ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുത്തു എന്ന്. എന്തായാലും അപ്പാനി ശരത്ത് ഇതൊരു വലിയ ഇഷ്യൂ ആക്കി എടുക്കുന്നുണ്ട്. ചിലപ്പോൾ അപ്പാനിയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ അത് ശരിയായിരിക്കും. കാരണം ഈ അനീഷ് തന്നെ ഇന്നലെ ഈ ശരത്തിനെയും അനുമോളെയും എതിർത്ത് സംസാരിച്ചതാണ്. ഇന്നലെ വരെ അനീഷിൻ്റെ ടീമായിരുന്നു ശരത്തും അനുമോളും. എന്നാൽ അനീഷിനെ മനഃപൂർവ്വം തോൽപ്പിക്കാൻ വേണ്ടിയാണ് ഇവർ കളിക്കുന്നത് എന്ന് വരെ ഇന്നലെ അനീഷ് പറഞ്ഞതാണ്. ആ സമയത്ത് അനുമോള് ശരത്തിനൊപ്പം സപ്പോർട്ട് ചെയ്ത് നിന്നതാണ്. അനുമോള് തന്നെ അനീഷിനോടൊന്ന് പറയുന്നുണ്ട്, താനൊന്ന് ജയിച്ച് കാണിക്കടോ, എനിക്കൊന്ന് കാണണമെന്നൊക്കെ. എന്നാൽ ഇന്ന് നേരെ തിരിച്ച് പെട്ടെന്ന് അനീഷിനെ സപ്പോർട്ട് ചെയ്തപ്പോൾ അത് അപ്പാനി ശരത്തിന് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ഈ കാര്യത്തിൽ അപ്പാനി ശരത്തിന് സപ്പോർട്ടായി ബിന്നിയും കൂടെയുണ്ട്. ബിന്നിയും ശരത്തും കൂടി ഇതെല്ലാം സരികയോടാണ് പറയുന്നത്. അപ്പോൾ സരിക പറയുന്നത്, അനുമോളെ ഇപ്പോൾ എൻ്റെ ടീമാണ്, എന്നിട്ട് അവൾ എന്നെയല്ലേ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അവൾ ഇങ്ങനെ ചെയ്തതെന്നറിയില്ല. അതിന് ശരത്ത് പറയുന്നത്, അനുമോൾ ഒരു പെരും വിഷമാണ്, ചതിച്ചിയാണ്, അവളെ വിശ്വസിക്കാൻ കഴിയില്ല. ഇനി ഞാൻ അവളോട് സംസാരിക്കും, പക്ഷെ ഒരിക്കലും വിശ്വസിക്കില്ല. അവൾ എൻ്റെ നാട്ടുകാരിയാണ്, ഒരു കലാകാരിയാണെന്നൊക്കെ കരുതിയാണ് ഞാൻ അവളെ ഒരു കൺസിഡർ ചെയ്ത്. ഇനി ഞാൻ എന്തായാലും അവളെ വിശ്വസിക്കില്ല. ഇങ്ങനെയുള്ളവളെ എങ്ങനെ വിശ്വസിക്കാനാണ് എന്നൊക്കെ ശരത്ത് പറയുന്നുണ്ട്. അപ്പോൾ ബിന്നി പറയുന്നത്, അനുമോൾ ചിലപ്പം ഇതൊക്കെ ഒരു ക്യാമറ സ്പേസ് കിട്ടാൻ വേണ്ടിയും ഓഡിയൻസിനെ കയ്യിലെടുക്കാൻ വേണ്ടിയൊക്കെ ആയിരിക്കും. കാരണം എല്ലാ സീസണിലും ഇതുപോലെ എല്ലാവരും കൂടി ഒരാളെ തഴഞ്ഞിടുമ്പോൾ ആ വ്യക്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളെ എല്ലാവരും, അതായത് ഓഡിയൻസായ നമ്മളെല്ലാവരും വലിയ കാര്യമായിട്ട് എടുക്കാറുണ്ട്. ചിലപ്പം അതായിരിക്കും അവളുടെ പ്ലാനിങ്. കാരണം അനുമോള് ക്യാമറ സ്പേസ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് അവളുടെ കൂടെ ക്ലീനിങ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി. അനുമോള് ക്ലീൻ ചെയ്യാൻ ചെല്ലുമ്പോൾ ആദ്യം ക്യാമറയുടെ മുമ്പിലുള്ള സ്ഥലമായിരിക്കും ആദ്യം ക്ലീൻ ചെയ്യുന്നത്. എന്നിട്ടേ ക്യാമറ ഇല്ലാത്ത സ്ഥലം അവൾ ക്ലീൻ ചെയ്യാൻ വരികയുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ആയിരിക്കും അനീഷിനെ ചിലപ്പോൾ അവൾ ഹെൽപ്പ് ചെയ്യുന്നത് പോലെ ആക്ട് ചെയ്തത്. അവൾ കുറച്ച് മുമ്പും കൂടി ഇവിടെ ഇരുന്ന് പറഞ്ഞതേ ഉള്ളൂ, നമ്മളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് അഭിനയിക്കാനല്ലേ എന്ന്. എന്തായാലും പെൺപടയിൽ പലരും ഇപ്പോൾ അനുമോൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. കാരണം അനുമോള് അനീഷിനെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് അനുവിനോട് ഇത്രയും ദേഷ്യം തോന്നാനുള്ള കാരണം. പിന്നെ അനുവിൻ്റെ പേഴ്സണൽ ചോയ്സാണ് അനു ആരെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ. ഇന്നലെ അനീഷ് അങ്ങനെ പെരുമാറി എന്ന് കരുതി ഇന്നും അനുമോള് ആ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് സംസാരിക്കണമെന്നോ അനീഷിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കണമെന്നോ ഒന്നുമില്ല. അതൊക്കെ അനുമോളുടെ പേഴ്സണൽ ചോയ്സാണ്. ചിലപ്പോൾ അനുമോള് ജെനുവിനായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്തതായിരിക്കാം. അല്ലെങ്കിൽ ബിന്നിയൊക്കെ പറയുന്നത് പോലെ തന്നെ ക്യാമറ സ്പേസിന് വേണ്ടിയും ഓഡിയൻസിനെ കയ്യിലെടുക്കാൻ വേണ്ടിയൊക്കെ ആയിരിക്കും ഇങ്ങനെ ചെയ്തത്. എന്തായാലും എന്താകുമെന്നറിയില്ല. അനുമോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തത് കൊണ്ട് തന്നെ, തെറ്റെന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഈ ഒരു കാര്യം ചെയ്തുകൊണ്ട് തന്നെ ഇന്നലെ ജിസയിൽ മേക്കപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് അനുമോള് കണ്ടുപിടിച്ച തെളിവ് പോലും പലർക്കും ഇപ്പോൾ സംശയമുള്ളതായി. സരിക ഇപ്പോൾ പറയുന്നത്, ഇന്നലെ അനുമോള് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് വരുന്നുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ജിസയിൽ മേക്കപ്പ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അനുമോളെ വിശ്വാസമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഹൗസിനുള്ളിലെ പലർക്കും അനീഷ് ഈ ഗെയിം ജയിച്ചതിനോ തിരിച്ചു വന്നതിനോ ഒട്ടും തന്നെ ഹാപ്പിയല്ല. അതുപോലെ തന്നെ അനുമോള് സപ്പോർട്ട് ചെയ്തതിലും.